ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളും വന്യജീവി പ്രശ്നങ്ങളും പരിഹരിച്ചെന്ന് LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ 24-നോട് പറഞ്ഞു. ഇടുക്കിയിൽ ഇനി ഒരു കെട്ടിടവും ഇടിച്ചു പൊളിക്കാൻ പറ്റില്ല എന്നും റോഷി അഗസ്റ്റിൻ സൂചിപ്പിക്കുന്നു. ഭൂപ്രശ്നങ്ങളിൽ നിന്ന് ഇടുക്കിയെ കോട്ട കെട്ടി സംരക്ഷിച്ചെന്നും റോഷി അഗസ്റ്റിൻ 24-നോട് പറഞ്ഞു. മൂന്നാം തവണയും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമെന്നും റോഷി അഗസ്റ്റിൻ പറയുകയാണ്. കാണാം തനേഷ് തമ്പി തയ്യാറാക്കിയ ഗ്രൗണ്ട് സീറോ. നമസ്കാരം. ഗ്രൗണ്ട് സീറോ ഇടുക്കി നിയോജക മണ്ഡലത്തിലാണ് LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റോഷി അഗസ്റ്റിനോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം. ഇനിയിപ്പോൾ ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. എങ്ങനെയുണ്ട് ഇതുവരെയുള്ളൊരു റെസ്പോൺസ്? ആവേശമായ ഒരു മുന്നേറ്റമല്ലേ കാണാൻ കഴിയുന്നത്. നമ്മുടെ നാടിന്റെ വികസന രംഗത്തുണ്ടായ മാറ്റങ്ങളുടെ ദൃക്സാക്ഷിയായി കാണാൻ കഴിയുന്നതല്ല. ഓരോ സ്ഥലത്തും കൂടുന്ന ആൾക്കാർ. ഇപ്പോൾ ഞാൻ കാക്കാസിറ്റിയിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ കാണുന്നത് കമ്പളികണ്ടത്ത് നിന്ന് പോരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു രംഗം കുരിശുകുത്തി കീറിപ്പോയ രംഗമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കുരിശുകുത്തി നിവാസികൾ അവിടെ വന്ന് ഓട്ടോഫീർത്തിക്കാൻ വേണ്ടി ചെല്ലും, വന്ന് സ്വീകരിക്കും. ആ സാധുക്കളാണ്. പക്ഷെ അവർക്ക് റോഡില്ല. അത്ര എളുപ്പമല്ല. അത്രമേ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇപ്രാവശ്യം വോട്ട് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. ആ കുരിശുകുത്തി കാറെ കയറി ചെന്നു. ഞാൻ അവരെല്ലാം കണ്ടു. സന്തുഷ്ടരായ അവരുടെ മുഖഭാവം കാണും. അപ്പം ഇതെല്ലാം ഒരു നാടിൻ്റെ നേർക്കാഴ്ച. അവിടെ കക്ഷി രാഷ്ട്രീയമൊന്നും കാണാൻ കഴിയില്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രശ്നം, അതോടൊപ്പം തന്നെ വന്യജീവി ശല്യം, ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചതാണ്. പരിഹരിക്കപ്പെടാൻ കിടക്കുന്നതല്ല. കാലാകാലമുള്ള ഭൂപ്രശ്നങ്ങളിൽ നല്ലവണ്ണം പരിഹരിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഇവിടെ നിർമ്മിച്ച നിർമ്മിതികൾ നിയമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തി. പട്ടയത്തിൽ വ്യവസ്ഥ ചെയ്തതും പ്രകാരം വീട് വെക്കാനും കൃഷിക്കും മാത്രമായി കൊടുത്ത പട്ടയ ഭൂമിയിൽ അനധികൃതമായ നിർമ്മാണം ഉണ്ടായി. ആരാ ചോദ്യം ചെയ്തത്? എവിടെയാണ് പ്രശ്നം? അതൊക്കെ ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയമായി പോകും. പിന്നെ അത് ഇത്രയും വിപുലമാകാനുള്ള സാഹചര്യം എന്താ? അത് ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ അതിനെല്ലാം അപ്പീൽ പോയപ്പോഴും കോടതി എന്ത് പറഞ്ഞു? കോടതി പറഞ്ഞു ഹൈക്കോടതി വിധി ശരിവെക്കുന്നു. അപ്പം എന്താ കാണേണ്ടത്? ഇതൊക്കെ നിയമവിരുദ്ധമായി കണ്ട് പട്ടയങ്ങൾ റദ്ദ് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായാൽ ഈ നാട് വലിയ ദുരന്തത്തിലേക്ക് പോകും. അതിനാണ് നിയമസഭ നിയമനിർമ്മാണം നടത്തി. ആ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്നു കൊണ്ട് ഇടുക്കിയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞതിൽ കൂടുതൽ വലിയ ചാരിതാർത്ഥ്യം വേണോ? ഒരു കെട്ടിടം ഇടുക്കി പൊളിക്കാൻ പറ്റിയാലെന്ന് ആരെങ്കിലും പറയുമോ? ഒരു കെട്ടിടം പൊളിയുമെന്ന്? അത് ക്രമവൽക്കരിക്കാൻ നിയമം ഉണ്ടാക്കി കോട്ട കെട്ടി സംരക്ഷിച്ചു. അതാണ് ഇടുക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വന്യജീവി പ്രശ്നം ഇടുക്കി മാത്രമല്ലല്ലോ, കേരളം ഒട്ടാകെയുണ്ട്. അതിനും ഇത്തരം കാര്യങ്ങളിൽ കേരള നിയമസഭയിൽ നമ്മളെടുത്ത തീരുമാനം എന്താ? കേന്ദ്ര സർക്കാർ നമ്മൾ അയച്ചു കൊടുത്ത പ്രമേയങ്ങൾ എന്താ? നമ്മൾ ഇന്നെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി കുറച്ചൊക്കെ മുന്നേറാൻ കഴിഞ്ഞല്ലോ. കാർഷിക മേഖലയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി MLA-മാർ തന്നെ താല്പര്യം എടുക്കുന്നു. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ താല്പര്യം എടുത്തു. ഞാൻ കുറച്ച് കാശ് വെച്ചു. നമുക്കത് പൂർണ്ണമായും പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര നിയമത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് കേരളത്തെ മാത്രം കുറ്റപ്പെടുത്താവുന്നതല്ല. സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തും. ഇനിയും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകും. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ വിഷയം പരിഹരിക്കുന്നതിനുള്ള എല്ലാ നിലപാടുകളും, ഭൂപ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞൊരു ഗവൺമെന്റ് ആണെങ്കിൽ ഈ വിഷയത്തിൽ ഉദാസീനത കാണിക്കുമോ? അത് ഉറപ്പായിട്ടും ആ കാര്യത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായി ആവശ്യപ്പെട്ട് നിയമപരമായുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കാൻ ഗവൺമെന്റ് തയ്യാറാവും. എത്ര വലിയൊരു വിജയമാണ് LDF അല്ലെങ്കിൽ കേരള കോൺഗ്രസ് M പ്രതീക്ഷിക്കുന്നത്? വലിയ വിജയമോ? എനിക്ക് ഈ നിയമസഭാ മണ്ഡലത്തിൽ പോലും എനിക്ക് മുൻകാലങ്ങളിൽ കിട്ടാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടും. ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ പിണറായി 3.0 വരും എന്നുള്ളതാണ്. അത് സംശയമില്ലല്ലോ. അതുണ്ടാകണമല്ലോ. കോവിഡ് എന്ന മഹാമാരിയുടെ മുമ്പിൽ പകച്ചു നിന്നില്ല. പട്ടിണി ഉണ്ടാകുമെന്ന് വന്നപ്പോഴും എല്ലാ വിഭാഗം ജനത്തിനും പൂർണ്ണമായും സുരക്ഷ ഉറപ്പുവരുത്തി. ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ കുടുംബത്തിൽ പോലും പട്ടിണി ഉണ്ടാകാതെ അവരെ മാറോട് ചേർത്തൊരു സർക്കാരാണ്. അതിൽ കൂടെ വികസനമുണ്ടോ? ആ വികസന കുതിപ്പിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് വരുന്ന വലിയ വിജയം ഞാൻ കഴിച്ചു. അങ്ങനെ പല നിലപാടുകളും പല പ്രതികരണങ്ങളും വരുന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഇനിയിപ്പോൾ കേവലം 7 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വട്ടം കൂടി എല്ലാ വോട്ടേഴ്സിനെയും നേരിൽ കാണുക എന്നതാണ് സ്ഥാനാർത്ഥികളുടെ ഒരു ലക്ഷ്യമായിട്ടുണ്ടാവുക. അതിനുള്ള വോട്ടോട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.